Good morning, students. Today we are starting our next module, that is module 3, regression analysis. ഇപ്പോൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോറിലേഷന് സിമിലർ ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ കോറിലേഷൻ ചാപ്റ്റർ ഇസ് റിപ്പീറ്റഡ് ഹിയർ ഓൾസോ. കേട്ടോ, അപ്പോൾ റിഗ്രഷൻ അനാലിസിസിൻ്റെ തിയറി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ലൈവായിട്ട് ക്ലാസ് എടുക്കാം. ഇപ്പോൾ ജസ്റ്റ് പ്രോബ്ലത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ റിഗ്രഷൻ എന്താണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് വി ക്യാൻ മൂവ് ഓൺ ടു ദ പ്രോബ്ലം വൈസ്. ഓക്കെ, സപ്പോസ് നമ്മളിങ്ങനെയൊക്കെ കുറേ മാത്സ് പഠിക്കുന്ന കാലം മുതൽ ഇതുപോലെയൊക്കെ ഇക്വേഷൻസ് നമ്മൾ കാണാറുണ്ട് അല്ലേ. y is equal to 2x plus 5, അല്ലെങ്കിൽ x is equal to 2y minus 5, ഇങ്ങനെ പല രീതിയിൽ. അതായത് ഇൻ ടേംസ് ഓഫ് ഇവിടുത്തെ പ്രത്യേകത കണ്ടോ, ഇവിടെ y ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ആ y കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇപ്പോൾ എക്സ് ഫോർ എക്സാമ്പിൾ എക്സ് 4 ആണെന്നുണ്ടെങ്കിൽ 4 2s are 8, 8 plus 5 13. So you got the value of y as what? 13. The same way here you have to calculate the value of x by substituting the value of y there. അല്ലേ. അപ്പോൾ വീണ്ടും ഞാൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 4s are 8, 8 minus 5 3 is your x value. എക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഓൺലി ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദറ്റ് വാല്യൂ ഓൺലി യു വിൽ ബി ഗെറ്റിംഗ് ദ റിസൾട്ട് ഓഫ് ദറ്റ് എക്സ് അല്ലേ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിഗ്രഷൻ്റെ ഡെഫിനിഷനും ഇതിൽ തന്നെയുണ്ട്. അതായത് റിഗ്രഷൻ എപ്പോഴും നിങ്ങൾക്കൊരു ഇക്വേഷനായിട്ടേ കിട്ടത്തുള്ളൂ. കോറിലേഷൻ നിങ്ങൾക്കൊരു നമ്പറാണ് എപ്പോഴും തരുന്നത് അല്ലേ. ഇപ്പോൾ 0.86 0.85 എത്രത്തോളം അളവാണ് കോറിലേറ്റഡ് ആണെന്നുള്ളത് കാണിക്കുന്നതാണ് കോറിലേഷനിൽ. റിഗ്രഷൻ എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസി ഇൻഡിപെൻഡൻറ്റും ആണ്. അതായത് ഇവിടെ y ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ എക്സ്. എക്സ് കിട്ടിയില്ല, എക്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് y കിട്ടില്ല. സോ y ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ എക്സ്. സെയിം വേ ഹിയർ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആണെങ്കിൽ എക്സ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ y. കണ്ടോ? അപ്പോൾ റിഗ്രഷൻ്റെ ഡെഫിനിഷൻ ഞാനിവിടെ പറഞ്ഞുതരാം. റിഗ്രഷൻ ഇസ് ദ എസ്റ്റിമേഷൻ ഓഫ് ആൻ അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ. അൺനോൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു വേരിയബിളിൻ്റെ അൺനോൺ വാല്യൂ. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഇസ് ദ എസ്റ്റിമേഷൻ ഓഫ് ആൻ അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. അറിയാവുന്ന ഒരു വേരിയബിളിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അൺനോൺ വാല്യൂ ആണ് റിഗ്രഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു ഇക്വേഷൻ ആണ് കേട്ടോ. റിഗ്രഷൻ ഇക്വേഷൻ ഇസ് ദ എസ്റ്റിമേഷൻ ഓഫ് ആൻ അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. അപ്പോൾ എപ്പോഴും റിഗ്രഷൻ ലാസ്റ്റ് ഇതുപോലത്തെ ഇക്വേഷൻസ് ആയിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. അതിൽ 2 മെത്തേഡാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സും മെത്തേഡ് ഓഫ് ഓൾജിബ്രിക് മെത്തേഡും. മെത്തേഡ് ഓഫ് ഓൾജിബ്രിക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കോറിലേഷനായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അത് അവിടെ നിൽക്കട്ടെ. ടുഡേ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് മെത്തേഡിലോട്ട് നോക്കാം. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ചിലപ്പോൾ സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ യൂസിങ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് ഡിമാൻഡ് ചെയ്തെങ്കിൽ യു മസ്റ്റ് ഡു വിത്ത് ദിസ് മെത്തേഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ ആ നമ്മൾ കോറിലേഷനിൽ പഠിച്ച മെത്തേഡ് വെച്ച് ചെയ്യാൻ പാടില്ല. ദേ വോണ്ട് ഗിവ് യു മാർക്ക്. അത് അതേസമയം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ഏതാണോ ആ മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ദ ക്വസ്റ്റൻ ഇസ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്, യൂസിങ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്നുണ്ടെങ്കിൽ ട്രൈ ടു അപ്ലൈ ദിസ് മെത്തേഡ് ഇറ്റ്സെൽഫ്. There is another name for this particular regression analysis. It is known as line of best fit. Line of best fit എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഐ മെൻഷൻഡ് ഇൻ ദ ഒന്ന് മുമ്പ് കാണിച്ചായിരുന്നു. 2 ഇക്വേഷൻസ് നമുക്ക് ഉണ്ട്. അതായത് ഒന്ന് ഇൻ ടേംസ് ഓഫ് എക്സും ഒന്ന് ഇൻ ടേംസ് ഓഫ് വൈയും. കണ്ടില്ലേ? എക്സ് ഈക്വൽസ് എന്നും കണ്ടു, വൈ ഈക്വൽസ് എന്നും കണ്ടു. അപ്പോൾ അതുപോലെ നമുക്ക് 2 ഇക്വേഷൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ 2 കേസസ് ഉണ്ട് നമുക്കിവിടെ പഠിക്കാൻ. Regression equation of y on x, that is y on x എന്ന് വെച്ചാൽ y is depending on x. y കിട്ടണം എന്നുണ്ടെങ്കിൽ x വേണം. അപ്പോൾ അവിടെ ഇക്വേഷൻ കണ്ടോ, y is equal to a plus bx. so y is dependent on this x. കാണുന്നുണ്ടോ കുട്ടികളെ? y on x എന്ന് പറയുമ്പോൾ y ഈക്വൽസ് എന്നും പറഞ്ഞ് എഴുതണം. ഞാൻ രണ്ടും കമ്പാരിസൺ ചെയ്ത് പറഞ്ഞുതരാം. അതേപോലെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x on y എന്ന് പറയുമ്പോൾ x ഷുഡ് കം ഇൻ ദ ലെഫ്റ്റ് സൈഡ്. x കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ y വേണം. അപ്പോൾ ഇതേ ഇക്വേഷൻ a plus bx ഇവിടെയാണെങ്കിൽ y ആണ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അപ്പുറത്ത് വരുമ്പോൾ എക്സ് ലെഫ്റ്റ് സൈഡിൽ വരും, a plus by. കണ്ടോ? നിങ്ങളങ്ങനെ കമ്പാരിസൺ ചെയ്ത് പഠിക്കുക. ഇനി ഇതിലെ ഒരു ഇക്വേഷനായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചില്ലേ. ഇപ്പോൾ y is equal to 2x plus 5. കണ്ടോ? അപ്പോൾ ഇത് a plus bx. അതിനെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. 5 plus 2x. കണ്ടോ? അപ്പോൾ ഇത് a, ഇത് b. കണ്ടോ?
അപ്പോൾ ആ എയും 5ഉം 2ഉം എന്ന് പറയണതാണ് ഈ എ ആൻഡ് ബി. അപ്പോൾ ആ എയും ബിയും കണ്ടുപിടിച്ചാലേ ഇതിങ്ങനെ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് ദിസ് എ ആൻഡ് ബി യു ഹാവ് ടു സോൾവ് ദീസ് 2 ഇക്വേഷൻസ്. ഏതൊക്കെയാണ് 2 ഇക്വേഷൻസ് നോക്കിക്കേ. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ആദ്യം നോക്കൂ. അപ്പോൾ വൈ ഓൺ എക്സ് ആണ്. അപ്പോൾ വൈക്കാണ് ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്. അപ്പോൾ വൈ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഈ 2 ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതായത് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നുള്ള ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 ഇക്വേഷനാണ് ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. അതെന്താണെന്ന് നോക്കിക്കേ. സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. കണ്ടോ, സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. ഇതിൽ സിഗ്മ വൈ എന്ന് വെച്ചാൽ വൈ ടോട്ടൽ. നിങ്ങൾക്ക് കോറിലേഷനിൽ പോലെ തന്നെ എക്സും വൈയും തന്നിട്ടുണ്ടാവും. എൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ടോട്ടൽ നമ്പർ, എൻ എ. അപ്പോൾ 10 എണ്ണം ഉണ്ടെങ്കിൽ 10A എന്നിവിടെ വരും. പിന്നെ ബി സിഗ്മ എക്സ്, എക്സിൻ്റെ ടോട്ടൽ അതൊരു 25 ആണെങ്കിൽ 25B. അപ്പോൾ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. അണ്ടർസ്റ്റുഡ്? ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. കണ്ടോ, ഇതിൻ്റെ കൂട്ടത്തിലൊരു എക്സ് കൂട്ടി അങ്ങനെ നോക്കിക്കോ വേണമെങ്കിൽ. സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എൻ ഇല്ല, എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് പഠിച്ചാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ചെയ്യാൻ ഈസിയാണ്. അവിടെ എന്താണെന്ന് നോക്കിയേ. സിഗ്മ വൈ ഇസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. വൈ എല്ലാം എക്സ് ആവണം, എക്സ് എല്ലാം വൈ ആവണം, അത്ര ഓർത്താൽ മതി. അപ്പോൾ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ വൈ. സിഗ്മ എക്സ് വൈ അതങ്ങനെ തന്നെ, എ സിഗ്മ വൈ പ്ലസ് ബി സിഗ്മ വൈ സ്ക്വയർ. കണ്ടോ, കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇറ്റ്സ് ക്ലിയർ, വെരി ഈസി ടു സ്റ്റഡി. ഇത് രണ്ടും പഠിച്ചാൽ മതി. മറ്റേ ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക, വൈ അല്ല എക്സ് ആക്കി മാറ്റുക. രണ്ടും ബൈ ഹാർട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആയ കുട്ടികൾ. അപ്പോൾ ഇതാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ഇക്വേഷൻ. ഈ ഇക്വേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ആ എയും ബിയും കണ്ടുപിടിക്കാൻ യു ഹാവ് ടു സോൾവ് ദീസ് 2 ഇക്വേഷൻസ്. എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ വി ക്യാൻ ഡു 1 പ്രോബ്ലം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഹിയർ കംസ് യുവർ ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ ദ 2 റിഗ്രഷൻ ലൈൻസ്. അപ്പോൾ 2 റിഗ്രഷൻ ലൈനും വേണമെന്നാണ്. അതായത് എന്താ, റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സും വേണം, എക്സ് ഓൺ വൈ വേണം. അല്ലെങ്കിൽ അവരതിൽ സ്പെസിഫൈ ചെയ്തത് ഫൈൻഡ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ. അപ്പോൾ എക്സ് ഓൺ വൈ മാത്രം കണ്ടുപിടിച്ചാൽ മതി. രണ്ടും കാണാൻ പറഞ്ഞാൽ രണ്ടും കണ്ടുപിടിക്കുക. ഫോർ ദ ഡാറ്റ ഗിവൺ ബിലോ യൂസിങ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. കാരണം അവരതിൽ പേര് പറഞ്ഞിട്ടുണ്ട് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കോറിലേഷൻ കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാം എക്സും വൈയും കണ്ടോ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. അപ്പോൾ റിഗ്രഷൻ ആണത്. അപ്പോൾ കോറിലേഷന് നമ്മൾക്ക് എത്ര കോളംസ് ആയിരുന്നു വേണ്ടിയിരുന്നത്? അത് തന്നെ ഇവിടെ എക്സ് വൈ, എക്സ് വൈ, പിന്നെ എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനറിയാലോ. ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരെണ്ണം കാണിച്ചു തരാം. 5, 20, എക്സ് വൈ എന്ന് പറയുമ്പോൾ എന്താ 100, എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 25, ഇത് 400, വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഇത് സാധാരണ രീതി കണ്ടുപിടിക്കുക, അതിൻ്റെ സമ്മും കണ്ടുപിടിച്ച് വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് കോപ്പി ദ എക്സ് വൈ വാല്യൂസ്. അതിൻ്റെ കോറിലേഷനിൽ പോലെ തന്നെ എക്സ് വൈ കോളം കണ്ടുപിടിച്ചു, എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു, വൈ സ്ക്വയർ എല്ലാം സ്ക്വയറിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഐ ടുക്ക് ദ സം. എല്ലാത്തിൻ്റെയും ടോട്ടൽസ് കണ്ടു. ബിക്കോസ് നമ്മുടെ ഫോർമുലാസിൽ അവരുടെയൊക്കെ സം ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും സം കോറിലേഷൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ചെയ്തു വെച്ചു. ഇനി വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ 2 റിഗ്രഷൻ ലൈൻസ്. ഫസ്റ്റ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. അപ്പോൾ വൈ ഓൺ എക്സ് കാണണമെന്നുണ്ടെങ്കിൽ ഫോർമുല അറിയാമല്ലോ, വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. പക്ഷേ എയും ബിയും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ, വി നീഡ് ടു സോൾവ് 2 ഇക്വേഷൻ. അപ്പോൾ ഏതാ നമ്മൾ പഠിച്ച ഫസ്റ്റ് ഇക്വേഷൻ? എന്താ, സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. ശരിയാണോ? ഇതല്ലേ ആദ്യം പഠിച്ചത്. അപ്പോൾ സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോൾ കോളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 200. എൻ എത്ര പേരുണ്ടെന്ന് നോക്കിക്കേ. 1, 2, 3, 4, 5 പേര്. അപ്പോൾ 5A പ്ലസ് സിഗ്മ എക്സ് ബി. സിഗ്മ എക്സ് എത്രയാണ്? 75. അപ്പോൾ ബി 75. ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഇതിനൊന്ന് 5A പ്ലസ് 75B കണ്ടോ, അങ്ങനെ ഒരു ഇക്വേഷൻ പോലെ ആക്കി, ഈക്വൽ ടു 200. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ. 5A plus 75B is equal to 200 is your first equation. പിന്നെ നമ്മളൊരു രണ്ടാമതൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു അത്? സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ സിഗ്മ എക്സ് വൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 3400 ഇസ് ഈക്വൽ ടു എ അങ്ങനെ തന്നെ ഇടാം. സിഗ്മ എക്സ് എന്താ 75 പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ എത്രയാ? 1375. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 75A പ്ലസ് 1375B
is equal to 3400 as your second equation. So now we got two equations, right? ആ രണ്ട് ഇക്വേഷൻസിനെ ഇനി സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ സോൾവിങ് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു റബ് ദിസ് പാർട്ട്. ഇപ്പോൾ ടോട്ടൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, ബിക്കോസ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സിനും നമുക്ക് ഇതൊക്കെ തന്നെ ആവശ്യമുണ്ട്, ഈ ടോട്ടൽസ് എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടു ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ ഇത് പല രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പോൾ കോമൺ കണ്ടോ, ഇതിലെല്ലാത്തിലും 5 കോമൺ ആണ്, അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇവിടെ അതേപോലെ 75 വെച്ച് ഓൾ ടുഗെദർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, ഇതിനെന്ത് ചെയ്യണം, ഫസ്റ്റ് ഇക്വേഷൻ കോഎഫിഷ്യൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇൻറ്റു ചെയ്യില്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഏനെ ഒരേപോലെ ആക്കണമെങ്കിൽ ഇവിടെ 75 കൊണ്ട് ഇൻറ്റു ചെയ്യുക, താഴത്തെ ഇക്വേഷനെ 5 കൊണ്ട്. അപ്പോൾ ഇവിടെ 75 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ്, ഇവിടെ ഞാൻ അതേപോലെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും നോക്കാം. ഓക്കെ, സോ വി ഗോട്ട് ആഫ്റ്റർ മൾട്ടിപ്ലൈങ് വിത്ത് 75 and 5 എനിക്കിങ്ങനെ കിട്ടി. നിങ്ങൾക്ക് അത് തന്നെയാണോ സെയിം കിട്ടണമെന്ന് നോക്കാം. 375a plus 5625b plus equal to 15,000. Second equation becomes, after multiplying by 5, it becomes 375a plus 6875b is equal to 17,000. അപ്പോൾ 17,000 കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ ആയല്ലോ കോഎഫിഷ്യൻസ്. അപ്പോൾ ഐ ജസ്റ്റ് സബ്ട്രാക്റ്റഡ് ദീസ് ടു ഇക്വേഷൻസ്. അപ്പോൾ എന്താ, ഇത് ജസ്റ്റ് ക്യാൻസലായി. ഇത് നമുക്ക് എത്ര കിട്ടിയ -1250b കിട്ടി. ഇവിടെ അതേപോലെ -2000 കിട്ടി. ഇനി യു ക്യാൻ ഫൈൻഡ് ദ ബി വാല്യൂ. എങ്ങനെയാണ്, -2000 by -1250. അപ്പോൾ എന്താ ഉത്തരം? ഇറ്റ് ഈസ് 1.6 എന്ന് പറഞ്ഞ് ബി കിട്ടി. സോ ആഫ്റ്റർ ഗെറ്റിംഗ് ബി യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ എനി വൺ ഓഫ് ദ ഇക്വേഷൻ. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി ഇവിടെ ബി ഉണ്ട് കേട്ടോ, അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ 1.6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക, 5a plus 75 into 1.6 is equal to 200. Okay, 75 into 1.6 is 120. Now you can take this 120 to the other side. അപ്പോൾ 5a is equal to 200 minus 120. 200 minus 120 എന്ന് പറയുമ്പോൾ എന്താ വരിക, 80 അല്ലേ. 5a is equal to 80. So what is your a value? 80 by 5 is equal to എത്ര വരിക, 116 അല്ലേ. 16 എന്ന് പറഞ്ഞുള്ള വാല്യൂ കിട്ടി. എ ഇസ് ഇറ്റ് ക്ലിയർ സ്റ്റുഡൻസ്? എ എന്ന് പറഞ്ഞുള്ള വാല്യൂ കിട്ടിയത് കൊണ്ടോ 16 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എന്താ ചെയ്യുക, ഐ തിങ്ക് 80 by 5 ഇറ്റ് ഇസ് 1.6 എന്നാണ് പറഞ്ഞ് കാണിച്ചിട്ട് ലാസ്റ്റ് 16 എഴുതിയിട്ടുണ്ട് കേട്ടോ. കൺഫ്യൂഷൻ ആവരുത്, 16 തന്നെ കണ്ടോ. അപ്പോൾ എയും കിട്ടി, ബിയും കിട്ടി. ഇനി ഒന്നുമില്ല, നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ എന്തായിരുന്നു? റിഗ്രഷൻ ഇക്വേഷൻ എന്താ, ഇത് y is equal to a plus bx. അത് ഞാൻ എഴുതാൻ പോവുകയാണ്, ഇതിനാണ് ഇമ്പോർട്ടൻസ്. സോ y is equal to a എന്താ 16 പ്ലസ് bx. b എന്താ കിട്ടിയേ 1.6x. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. കണ്ടോ, ഇതാണ് സംഭവം കേട്ടോ. ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്, ഇതാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇവർ ഇതാണ് നോക്കുന്നത്, ഇത് കറക്റ്റ് ആണോ, എ ബി ഈ ഇക്വേഷൻ കിട്ടിയോ എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ റിഗ്രഷൻ ലൈൻ ഓഫ് y on x. ഓക്കെ, നോ x on y കൂടി നമുക്ക് നോക്കാം. റിഗ്രഷൻ ലൈൻ ഓഫ് x on y രണ്ടാമത്തെ കേസ് നമുക്ക് എടുക്കാം അല്ലേ. ആദ്യത്തെ ഇക്വേഷൻ കിട്ടി, ഇനി ലൈൻ ഓഫ് x on y. x on y എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരാം, x is equal to a plus by. അപ്പോൾ ഈ ഇക്വേഷനാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, സിഗ്മ x is equal to na plus b സിഗ്മ y. ശരിയല്ലേ. അപ്പോൾ സിഗ്മ എക്സ് ഇതാ മേളിൽ നമ്മൾ എഴുതി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ 75 is equal to n എന്ന് പറഞ്ഞാൽ 5 പേര്. അപ്പോൾ 5a plus b സിഗ്മ y എത്രയാണ് 200. അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 5a plus 200b is equal to 75. So this is the first equation. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ, സിഗ്മ എക്സ് വൈ is equal to a സിഗ്മ y plus b സിഗ്മ y സ്ക്വയർ. കണ്ടോ, എക്സ് എല്ലാം വൈ ആക്കി മാറ്റിയെന്ന് മാത്രം. സിഗ്മ എക്സ് വൈ എത്രയാണ് 3400 is equal to a സിഗ്മ വൈ എത്രയാണ് 200 പ്ലസ് ബി സിഗ്മ വൈ സ്ക്വയർ എത്രയാണ് 9000. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 200a പ്ലസ് 9000b is equal to 3400. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ സോൾവിങ് നോക്കിക്കേ, 5a plus 200b is equal to 75 200a plus 9000b is equal to
3400. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷനെ 200 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 5 കൊണ്ടും ഇൻറ്റു ചെയ്യാം. ഓക്കെ, multiplying with 205 we got the two equations as this way. 1000 എന്ന് പറഞ്ഞ് കിട്ടി. സെയിം കോഎഫിഷ്യൻ്റ് വന്നു. അപ്പോൾ എന്താ നമുക്ക് ഇനി എന്താ മൈനസ് ചെയ്യാം അല്ലേ? മൈനസ് ചെയ്തു, ഇത് ക്യാൻസൽ ആയിപ്പോയി. ഇത് എത്ര വരും? മൈനസ് 5000 b is equal to മൈനസ് 2000. അതായത് b എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് 2000 ബൈ മൈനസ് 5000. അപ്പോൾ മൈനസും മൈനസും ഒക്കെ ക്യാൻസൽ ആയി പോയി. എന്ത് വരും? നമുക്ക് റിസൾട്ട് എന്താണ് വരുന്നത് നോക്കിക്കേ. ഇറ്റ് ഈസ് മൈനസ് 2 ബൈ മൈനസ് 5. അതായത് മൈനസ് 2 ബൈ മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്താ റിസൾട്ട് വരുന്നത്? ഇറ്റ് ഈസ് 0.40 അല്ലേ? 0.4 മതി കേട്ടോ. 0.4 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ബി വാല്യൂ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ എനി വൺ ഓഫ് ദ ഇക്വേഷൻ. 5a പ്ലസ് 200 ബി, ആ ബിയുടെ അവിടെ നമുക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ 5a പ്ലസ് 200 ഇൻറ്റു ബിയുടെ വാല്യൂയുടെ അവിടെ എന്താ? 0.4 ഇസ് ഈക്വൽ ടു 75. സോ 5a, what is this? 2 into 4 is 8 അല്ലേ? അപ്പോൾ 880 വരും. പോയിൻറ്റും കൂടി ഉള്ളതുകൊണ്ട് 80 is equal to 75. 5a is equal to 75 minus 80. That is 5a is equal to minus 5. So what is your value of a? It is minus 5 by 5. Result is what? Minus 1. So you got the value of a and b. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? x is equal to a എന്താ? മൈനസ് 1 പ്ലസ് b എന്താ വന്നേ? 0.4y കേട്ടാ. ഇതാണ് നിങ്ങളുടെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. അപ്പോൾ y ഓൺ എക്സും കിട്ടി, എക്സ് ഓൺ വൈയും കിട്ടി. ക്ലിയർ ആയോ? എക്സ് ഓൺ വൈ, മറ്റത് y ഓൺ എക്സ്. ഇതാണ് ഇന്നിപ്പോൾ പഠിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ആൾജിബ്രിക് മെത്തേഡ് വി ക്യാൻ ഡിസ്കസ് ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.